അനുഗ്രഹമാകും. അത് നമ്മുടെ തലമുറകൾക്ക് തന്നെ അനുഗ്രഹമാകും. നല്ല ഞാൻ മനോരമ ചീഫ് എഡിറ്റർ KM മാത്യൂസാണ്. കുറേ നേരം ഇതൊക്കെ സംസാരിച്ച് തുടർന്ന് തോമസിട്ട ഞങ്ങളുടെ പൂർവികർ മുഴുവനും ദാനധർമ്മികളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തലമുറയായിട്ട് ഇന്ന് നിലനിന്ന് പോകുന്നത്. ഞങ്ങളാരും കള്ളു പിടിക്കാൻ പോവുകയില്ല, ഞങ്ങളാരെയും കരയിപ്പിക്കാൻ പോയില്ല, വേദനിപ്പിക്കാൻ പോയില്ല. ഞങ്ങളോട് ജോലി ചെയ്യുന്നവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും. കുറേ സമയമാണ് മനോരമയുടെ ചീഫ്. പുള്ളിയുടെ അമ്മ ഇവിടെ വന്നുകൊണ്ടിരുന്നത്, മിസ്സസ് KM മാത്യു. അമ്മച്ചിയുടെ വരികയും കേക്ക് മുറിച്ചുവരികയും ഇവിടെ 10,000 രൂപ എല്ലാ മാസം കൊണ്ട് തരുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴേ നമ്മുടെ ഭക്ഷണ വിതരണം കണ്ടു. അടുത്തുനിന്നിട്ട് പറഞ്ഞു, അതാണ് തോമസ്. ഞാൻ പറഞ്ഞത് ഈ കോട്ടയത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സൺഡേ സപ്ലിമെൻ്റ് കൊടുക്കാം, ലോകം അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, അത് വേണ്ട, അത്യാവശ്യ കാര്യമൊക്കെ നടക്കുന്നുണ്ട്, അത് മതിയെന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായി ഇവിടെ വന്ന് എല്ലാ മാസവും 10,000 രൂപ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാരിദാസിന് അസുഖം കൂടുതലായി കിടന്നപ്പോൾ മക്കളോട് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് നവതിക്ക് പോകണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് ഡോക്ടർമാരെന്ന് പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവിടെ വന്നു സംസാരിച്ചു, കുറേ നേരം ഇരുന്ന് പറഞ്ഞു ഞങ്ങളുടെ പൂർവികരെല്ലാം തോമസിലെ ഒത്തിരി ദാനധർമ്മികളാണ്. ഞങ്ങൾ എപ്പോഴും പുരോഗതിയും പള്ളിയും അനാഥാരികളുമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കെല്ലാം ഞങ്ങളുടെ മക്കൾക്കെല്ലാം വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം. ഇനി ഞാൻ വരുമോ തോന്നില്ല എന്നും പറഞ്ഞ് ഒരു കേക്ക് എൻ്റെ വായി വെച്ച് തന്നു. 10,000 രൂപ തന്നു. പോയി ആശുപത്രി ഞങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് മരിച്ചുപോയി. ആ മനോരമ കുടുംബങ്ങൾക്കെല്ലാം ആ ഒരു സ്നേഹവും ബന്ധം. സമൂഹത്തിൽ വലിയ നിലയിൽ ജീവിക്കുന്നവരെല്ലാം പൂർവ്വപിതാക്കന്മാരായിട്ട് സൽക്കർമ്മം ചെയ്ത് ജീവിച്ചു, അധർമ്മം ചെയ്തില്ല. അവർ സഭയോടും പുരോഹിതരോടും ഒക്കെ ചേർന്ന് നിന്ന് ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവർ കഴിയാവുന്ന എല്ലാം ചെയ്തു കൊടുത്ത് കടന്നുപോയുള്ള തലമുറകളാണ് ഇന്ന് സമൂഹത്തിലെ എല്ലാ തരത്തിലും ഉന്നതമായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ വെട്ടൂർ കുടുംബങ്ങൾ, കുറേ കുടുംബങ്ങളുണ്ട്. DC ഗ്രൂപ്പ്, കോട്ടയത്തെ DC ഗ്രൂപ്പ്, ഇവരൊക്കെ എങ്ങനെയാണ് അവരുടെ ജീവിതം? നമ്മൾ എത്രയോ നന്നായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്നോ അതിൻ്റെ അനുഗ്രഹം നമ്മുടെ മക്കൾക്കും തലമുറയ്ക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. അത്